കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ചോക്കാട് പന്നിക്കോട്ടുമുണ്ടയിലെ നടപ്പാലം വീതി കൂട്ടി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. കഴിഞ്ഞ 9 വർഷങ്ങളിലും സംസ്ഥാന സർക്കാർ ബജറ്റുകളിൽ ടോക്കൺ വെക്കാറുണ്ടെങ്കിലും ഫണ്ട് അനുവദിച്ചില്ല. കാൽനടയാത്രക്കാർക്ക് പുറമെ നൂറുകണക്കിന് ചെറുവാഹനങ്ങളാണ് ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത്. പാലം പാടെ ജീർണാവസ്ഥയിലാണ്. ഒരു പതിറ്റാണ്ടിലേറെ കാലമായി പാലം വീതി കൂട്ടണമെന്ന ആവശ്യങ്ങളോട് അധികൃതർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. നാട്ടുകാരുടെ നിരവധിയായ നിവേദനങ്ങളുടെ ഫലമായി പൊതുമരാമത്ത് അധികൃതർ 7.25 കോടിയോളം രൂപ ചെലവിൽ പാലം നിർമ്മിക്കുന്നതിന് പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും സർക്കാർ തുക അനുവദിച്ചില്ല. ജില്ലാ പഞ്ചായത്തിൽ നിന്നോ സ്ഥലം MP-യിൽ നിന്നോ MLA-യിൽ നിന്നോ പാലം നിർമ്മിക്കാനുള്ള നടപടിയും ഇതേവരെ ഉണ്ടായിട്ടില്ല. 3 പതിറ്റാണ്ടിലേറെ കാലമായി ചോക്കാടൻ പുഴയ്ക്ക് കുറുകെ അഹമ്മദ് MP ആണ് പാലം നിർമ്മിച്ചത്. 1.5 മീറ്റർ മാത്രം വീതിയുള്ള പാലത്തിലൂടെ ധാരാളം ചെറുവാഹനങ്ങളും കടന്നു പോകുന്നുണ്ട്. പാലത്തിന്റെ കൈവരികളും പാടെ തകർന്നിട്ടുണ്ട്. പാലത്തിന്റെ സ്പാനുകൾ പാടെ ജീർണിച്ച് തകർച്ചാ ഭീഷണിയിലാണ്. സ്കൂളിലേക്കും മദ്രസയിലേക്കും ഏറെ സാഹസപ്പെട്ടാണ് കുട്ടികൾ പാലത്തിലൂടെ കടന്നു പോകുന്നത്. നവകേരള സദസ്സിലും നിരവധി പരാതികൾ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സംസ്ഥാന ഭരണമാറ്റം പാലത്തിന് അനുകൂലമാക്കുന്നതിന് മമ്പാട്ടുമുല മുസ്ലിം ലീഗ് കമ്മിറ്റി രംഗത്ത് എത്തിയിരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിനെ നേരിൽ കണ്ട് നിവേദനം നൽകി. പാലം നിർമ്മിക്കാമെന്ന സംഘത്തിന് ഉറപ്പും നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ റെക്കമെൻഡ് കത്തും മന്ത്രിക്ക് സമർപ്പിച്ചു. മുഖ്യമന്ത്രിക്കും സ്ഥലം MLA കൂടിയായ റവന്യൂ മന്ത്രി AP അനിൽകുമാറിനും നിവേദനം നൽകുമെന്നും പ്രവർത്തകർ പറഞ്ഞു. മമ്പാട്ടുമൂല, മഞ്ഞപ്പെട്ടി, കൂരാട് പ്രദേശത്തുള്ളവർക്ക് നിലമ്പൂർ ഹോസ്പിറ്റല്, താലൂക്ക്, പിന്നെ പൂക്കോട്ടുംപാടം, ചോക്കാട് എന്നിവിടങ്ങളിലേക്ക് പോകാൻ വളരെ എളുപ്പത്തിൽ 6-7 കിലോമീറ്ററോളം ലാഭിക്കുന്ന ഒരു വഴിയാണ് ഈ ചെറിയ പാലം. ഈ പാലം ആദ്യം ഇവിടുന്ന് ചെങ്ങാടത്തിലായിരുന്നു നമ്മളൊക്കെ യാത്ര ചെയ്തിരുന്നത്. ചെങ്ങാടത്തിലായിരുന്നത് പിന്നെ പന്നിക്കോട്ടുമുണ്ട മദ്രസയിലേക്ക് വരെ കുട്ടികൾ ചെങ്ങാടത്തിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ട് പോയിരുന്നത്. അത് മാറ്റി കുറേ കാലങ്ങൾക്ക് മുന്നേ 1995 അഹമ്മദ് MP ആണ് നമുക്ക് ഇങ്ങനെ ഒരു നടപ്പാലം അനുവദിച്ചുകൊണ്ട് അന്ന് നടപ്പാലം ഉണ്ടാക്കി. ആ നടപ്പാലത്തിന് ശേഷം അതിൻ്റെ കൈവരികളും ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടു. വളരെ മോശപ്പെട്ട രൂപത്തിലാണ്, വളരെ കേടായി പൊളിഞ്ഞ് ദ്രവിച്ച് ആളുകളൊക്കെ അപകടം പിടിച്ച ഒരു രൂപത്തിൽ ആളുകളൊക്കെ താഴേട്ട് പുഴയിലേക്ക് വീഴുന്ന രൂപത്തിലുള്ള ഒരു പാലമായിട്ടാണ് ഇപ്പോൾ ഇത് മാറിയിട്ടുള്ളത്. ഇതിന് ശേഷം ഞങ്ങൾ MLA-ക്കും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഇവർക്കും വകുപ്പ് മന്ത്രിമാർക്കൊക്കെ പല രൂപത്തിൽ പരാതികൾ നൽകി. ഈ പരാതികളൊക്കെ അവർ പരിഗണിക്കുകയും അതിൻ്റെ പുറത്ത് വന്നുകൊണ്ട് എസ്റ്റിമേറ്റും ഇതൊക്കെ ഉണ്ടാക്കി 2012 മുതൽ ഞങ്ങൾ ഒരു വലിയ പാലം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ PWD മിനിസ്റ്റർ EK ഇബ്രാഹിം കുഞ്ഞിന് അപേക്ഷ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ തുടർച്ചയായിട്ട് അതിൻ്റെ പിറകെ നടക്കുകയും എല്ലാ വർഷവും ഒരു 7 വർഷത്തോളം 2016 മുതൽ എല്ലാ വർഷത്തെയും ബഡ്ജറ്റിൽ 100 രൂപ ടോക്കൺ ഇതിന് വകയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തുടർച്ചയായി 9 വർഷം ടോക്കൺ വകയിരുത്തുന്നുണ്ട്. ഇതുവരെ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മന്ത്രിയുടെ ഓഫീസിൽ തിരുവനന്തപുരത്ത് പോയി ഇതിനെക്കുറിച്ച് ചർച്ചയൊക്കെ നടത്തി. അപ്പോൾ അവർ പറഞ്ഞ PWD റോഡ് PWDയുമായി ബന്ധിപ്പിക്കുന്ന റോഡിലേക്ക് മാത്രമേ ഫണ്ട് അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു വഴിമുട്ടി നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിൽ. ഇപ്പോൾ മന്ത്രിസഭയൊക്കെ മാറി പിന്നീട് ഞങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ വകുപ്പ് മന്ത്രിയായ PK ബഷീർ സാഹിബിനെ ഇന്നലെ ഞങ്ങൾ പോയി രാവിലെ കണ്ടു. അതിന് വേണ്ട റിക്വസ്റ്റ് കൊടുത്തു. പാർട്ടി തലത്തിലും ഇതിലൊക്കെ എല്ലാ റിക്വസ്റ്റ് റെക്കമെൻഡേഷൻ കത്തുകൾ ഇതൊക്കെ വാങ്ങിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വേണ്ട രൂപത്തിൽ ഇത് പരിഗണിക്കാമെന്നും നമ്മുടെ മണ്ഡലത്തിൻ്റെ MLA കൂടിയായ റവന്യൂ മന്ത്രിയുമായി കൂടിയാലോചിച്ച് എന്തായാലും നിങ്ങൾക്കൊരു പാലം നൽകാമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ ഉറപ്പിൽ വിശ്വാസമർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. മലയോര ഹൈവേയുമായി ബന്ധപ്പെടുന്ന പാലം നിർമ്മിച്ചാൽ മമ്പാട്ടുമുല, മഞ്ഞപ്പെട്ടി, മാളിയേക്കൽ തുടങ്ങി ചോക്കാട് പഞ്ചായത്തിലെ 10ഓളം വരുന്ന വാർഡുകളിലെ മനുഷ്യർക്ക് വലിയ ഉപകാരമാകും. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.